ഈ ആത്മീയത മാത്രം പുഴുങ്ങി തിന്നാല് ഹിന്ദുവിന്റെ വിശപ്പ് മാറോ? ഇല്ല. ഇനി കുറെ രാഷ്ട്രീയം കളിച്ച് നടന്നാല് ഹിന്ദുവിന്റെ വിശപ്പ് മാറോ? എല്ലാ ഹിന്ദു ഭവനങ്ങളിലും വരുമാനം, മാന്യമായ ജീവിതം, അതാണ് സമത്വ ഭാരതിയുടെ ലക്ഷ്യം. ഒപ്പം രാഷ്ട്രീയ ബോധവൽക്കരണവും. ഈ പണി എനിക്ക് പറ്റിയതല്ലേ എന്നും പറഞ്ഞ് കല്യാണം കഴിക്കാൻ ഇറങ്ങിയിട്ട് ഹിന്ദുക്കൾക്ക് പെണ്ണ് കിട്ടാനില്ലേ എന്ന് പറഞ്ഞു നടന്നിട്ട് എന്താ കാര്യം? അന്നന്നത്തെ കാര്യങ്ങൾ തട്ടിയും മുട്ടിയും നടത്തിക്കൊണ്ടു പോകുന്നതിൽ തൃപ്തിപ്പെടുന്നവരായിരിക്കരുത് നമ്മൾ ഹിന്ദുക്കള്. നമസ്കാരം. ഇത് ജ്ഞാനശക്തി എന്ന ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. പക്ഷേ എൻ്റെ മുഖം മറ്റ് പല ചാനലുകളിലും നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് ഞാൻ പറയാം. അതിനു മുൻപ് ആദ്യമേ തന്നെ പറയാനുള്ളത്, ഇതൊരു ഹൈന്ദവ ഉന്നതിക്ക് വേണ്ടിയുള്ള ഒരു ചാനലാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി തന്നെ തുടങ്ങാം. അതായത് ഞാൻ സമത്വ ഭാരതി എന്ന ഒരു സംഘടനയുടെ മീഡിയ വിഭാഗം കൂടി കൈകാര്യം ചെയ്യുന്ന ഭാരവാഹിയാണ്. അതില് ഈ ജ്ഞാനശക്തി എന്ന് പറയുന്ന ചാനലിലൂടെ സംസാരിക്കുന്ന വിഷയങ്ങൾ ഹിന്ദു ആത്മീയതയെക്കുറിച്ചുള്ള വിഷയങ്ങളായിരിക്കും. അതായത് ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചും ക്ഷേത്ര സംബന്ധമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചും നമ്മുടെ മഹത്തായ പാരമ്പര്യത്തെ കാത്തുസൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുമൊക്കെ ആയിരിക്കും ഈ ഒരു ചാനലിൽ സംസാരിക്കുന്നത്. എന്നാല് സമത്വഭാരതി എന്ന് പറഞ്ഞാല് ആത്മീയത മാത്രമാണോ എന്ന് ചോദിച്ചാല് അല്ല. അതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടി വരും. അതായത് എന്നെ പല ചാനലുകളിലായിട്ട് കാണുമ്പോൾ ചില ഹിന്ദു നാമധാരികളായിട്ടുള്ള ഹിന്ദു വിരുദ്ധര് കമന്റുകളുമായിട്ട് വരും. പുതിയ ചാനലിൽ പുതിയ തട്ടിപ്പുമായിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞു. എന്നാൽ സമത്വഭാരതിയുടെ മറ്റ് ചാനലുകളിലെ ആദ്യം തൊട്ടേ ഉള്ള വീഡിയോകൾ കണ്ടിട്ടുള്ള ഒരാളും അങ്ങനെ കമന്റ് ഇടില്ല കേട്ടോ. കാരണം അവർക്കറിയാം ഓരോ ചാനലുകളിലും സംസാരിക്കുന്നത് വ്യത്യസ്ത വിഷയങ്ങളാണ്, വ്യത്യസ്ത പദ്ധതികളെ കുറിച്ചാണ്. എന്നാലോ ഇതെല്ലാം ഒരു ഹിന്ദുവിന് ആവശ്യമുള്ളതുമാണ്. പിന്നെ വ്യത്യസ്ത ചാനലുകളിലൂടെ ഇത് അവതരിപ്പിക്കുന്നത് ഒന്നാമതായിട്ട് ഒരു ചാനലിൽ ഒരൊറ്റ വിഷയത്തെക്കുറിച്ച് മാത്രം സംസാരിച്ചാലേ റീച്ച് ഉണ്ടാവും. മാത്രമല്ല സമത്വഭാരതി 4 വിഭാഗങ്ങളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതായത് ഒന്ന് ആത്മീയ വിഭാഗം, രണ്ടാമത്തേത് ഭൗതിക വിഭാഗം, മൂന്നാമത്തേത് രാഷ്ട്രീയ വിഭാഗം, നാലാമത്തേത് ചാരിറ്റി. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ആത്മീയത മാത്രം പുഴുങ്ങി തിന്നാല് ഹിന്ദുവിന്റെ വിശപ്പ് മാറോ? ഇല്ല. ഇനി കുറെ രാഷ്ട്രീയം കളിച്ച് നടന്നാല് ഹിന്ദുവിന്റെ വിശപ്പ് മാറോ? ഇല്ല. പക്ഷേ ജീവിതത്തിൽ ആത്മീയതയും ഭൗതികതയും സംയോജിപ്പിച്ച് മുന്നോട്ട് പോയാല് ഹിന്ദു രക്ഷപ്പെടും. പക്ഷേ ചിന്താവിഷ്ടിയായ ശ്യാമളയിലെ ശ്രീനിവാസനെ പോലെ ജീവിതത്തിൽ കുറെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനല്ല ഒരു ഹിന്ദു ആത്മീയതയിലേക്ക് തിരിയേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായിട്ട് നമുക്ക് ആത്മീയത ഉണ്ടായിരിക്കണം. ഇനി വേറെ ചിലരുണ്ട്, കുറച്ച് പ്രഭാഷണങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ചെറുപ്പക്കാര് ഉടനെ ഒരു രുദ്രാക്ഷമാല, ഓം എന്നെഴുതിയ ജുബ്ബ, കറുത്തതോ ചുവന്നതോ ആയിട്ടുള്ള ഒരു മുണ്ട്, ഒരു തോൾസഞ്ചി, ഇതുമായിട്ട് മുടിയും നീട്ടി വളർത്തി ഇറങ്ങും. അങ്ങനെയുള്ള ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, ബ്രഹ്മചര്യ യോഗം എന്ന് പറയുന്നത് 1,00,000-ൽ 1-2 പേർക്കേ ഉണ്ടാവൂ. ബാക്കി എല്ലാവരും ഗൃഹസ്ഥാശ്രമ ജീവിതം നയിക്കേണ്ടവർ തന്നെയാണ്. ഇങ്ങനെ മുടിയും വളർത്തി നടന്നിട്ട് പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ നടന്നിട്ട് ഒരു 30-40 വയസ്സാവുമ്പോൾ ഈ പണി എനിക്ക് പറ്റിയതല്ലേ എന്നും പറഞ്ഞ് കല്യാണം കഴിക്കാൻ ഇറങ്ങിയിട്ട് ഹിന്ദുക്കൾക്ക് പെണ്ണ് കിട്ടാനില്ലേ എന്നും പറഞ്ഞ് നടന്നിട്ട് എന്താ കാര്യം? അത്തരക്കാർക്ക് പെണ്ണ് കിട്ടില്ലെന്നേ. പെൺകുട്ടികൾക്ക് വേണ്ടത് വിദ്യാഭ്യാസമുള്ള, സംസ്കാരമുള്ള, നല്ല ഒരു ജോലിയോ ബിസിനസ്സോ, അതിലൂടെ നല്ല കാശുള്ള ചെറുപ്പക്കാരെയാണ്. അപ്പോ പറഞ്ഞു വന്നത് ഗൃഹസ്ഥാശ്രമ ജീവിതത്തെ കുറിച്ചാണ്. അതിന് ആദ്യം എന്ത് വേണം? വിദ്യാഭ്യാസം വേണം. അതിനുശേഷം പണം സമ്പാദിക്കണം. അവിടെ നമ്മൾ ശീലിക്കേണ്ടത് ഒത്തിരി പണം ഉണ്ടാക്കി മറ്റുള്ളവരെ കൂടി സഹായിക്കുന്ന അവസ്ഥയിലേക്ക് എത്താനാണ്. അല്ലാതെ അന്നന്നത്തെ കാര്യങ്ങൾ തട്ടിയും മുട്ടിയും നടത്തി കൊണ്ടുപോകുന്നതിൽ തൃപ്തിപ്പെടുന്നവരായിരിക്കരുത് നമ്മൾ ഹിന്ദുക്കള്. അതിന് ഹിന്ദുക്കൾ എന്ത് ചെയ്യണം? സംരംഭകരാകണം, ബിസിനസ്സുകാരാകണം. സർക്കാർ മേഖലകളിൽ അടക്കം ഉന്നത തസ്തികകളിൽ നമ്മുടെ ഹിന്ദുക്കൾ എത്തിപ്പെടണം. ഇപ്പൊ തന്നെ എല്ലാ മേഖലകളിലും ഹിന്ദുക്കൾ പിന്നിലാണ്. അതിന് ഉടനെ ഒരു മാറ്റം വന്നില്ലെങ്കിൽ കേരളത്തിൽ നമുക്കിനി നിലനിൽപ്പില്ല എന്ന് തന്നെ പറയാം. അപ്പോ ഇത്തരം ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ആത്മീയതയെ നമ്മൾ ഉപയോഗിക്കണം. ഇതുവരെ നമ്മൾ ഹിന്ദുക്കൾ ഇത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും വേറെ എല്ലാവരും ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ പണ്ട് തൊട്ടേ പലരും നമ്മുടെ ആത്മീയ കേന്ദ്രങ്ങളെയും ക്ഷേത്രങ്ങളെയും നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളെയും ഇല്ലാതാക്കാൻ ആസൂത്രിതമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കറിയാം ഇത് നശിപ്പിച്ചു കഴിഞ്ഞാൽ ഹിന്ദു നശിച്ചു എന്നുള്ളത്. സനാതനം നശിക്കില്ല എന്നൊക്കെ നമുക്ക് പറഞ്ഞ് വീമ്പ് പറഞ്ഞിരിക്കാവുന്നേ ഉള്ളൂ. അതിന് അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. നമ്മുടെ യുവതീ യുവാക്കളിലേക്ക് കുറച്ച് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിനുള്ള തിരി കൊളുത്തിയിട്ടാൽ മതി. ബഹുദൈവം, മൃഗബലി, പിന്നെ കമ്മ്യൂണിസം, ഇത്രയും ഇഞ്ചക്ട് ചെയ്താല് ആ വലയിൽ വീണ് ഹിന്ദുക്കൾ താനെ ഒടുങ്ങിക്കോളും. പിന്നെ പെൺകുട്ടികളും കരിയർ നഷ്ടപ്പെടുത്തണം, പഠിക്കണ്ട എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. പക്ഷേ അതോടൊപ്പം തന്നെ നല്ല പ്രായത്തിൽ തന്നെ ഒന്ന് വിവാഹം കഴിക്കാൻ ശ്രമിക്കുക. കാരണം സർക്കാർ തന്നെ ഇറക്കിയിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം
കഴിഞ്ഞ 3 വർഷമായിട്ട് കേരളത്തില് ഹിന്ദു ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇനി വീണ്ടും സമത്വഭാരതിയിലേക്ക് തന്നെ വരാം. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ ഹൈന്ദവ ഉന്നതി, അതും ആത്മീയവും ഭൗതികവുമായിട്ടുള്ള ഉന്നതി, അതിനുവേണ്ടി ജീവിക്കാൻ ഹിന്ദുക്കളെ പരിശീലിപ്പിക്കുക, സജ്ജരാക്കുക, പ്രേരിപ്പിക്കുക, ഇതൊക്കെയാണ് സമത്വഭാരതി ചെയ്യുന്നത്. എല്ലാ ഹിന്ദു ഭവനങ്ങളിലും വരുമാനം, മാന്യമായ ജീവിതം, അതാണ് സമത്വഭാരതിയുടെ ലക്ഷ്യം. ഒപ്പം രാഷ്ട്രീയ ബോധവൽക്കരണവും വേണോട്ടോ. കാരണം ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ തന്നെ നമുക്ക് എല്ലാ ഹിന്ദുക്കൾക്കും മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് തെരഞ്ഞെടുപ്പിൽ ഒരാളെ ജയിപ്പിക്കാൻ ഹിന്ദുക്കൾക്ക് സാധിച്ചില്ലെങ്കിലും തോൽപ്പിക്കാനെങ്കിലും ഹിന്ദുക്കൾ ഒന്നിച്ചാല് സാധിക്കണം. അപ്പോ ഈ ചാനലിൽ ഇനി ആത്മീയത മാത്രം പറയുള്ളൂ കേട്ടോ. ബാക്കി കാര്യങ്ങളെല്ലാം മറ്റു ചാനലിലൂടെ നിങ്ങൾക്ക് കേൾക്കാം. അപ്പോൾ നന്ദി, നമസ്കാരം.